السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ് തുടരുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ അൻആം 151 മുതൽ 153 വരെയുള്ള ആയത്തുകളാണ് ഇനി പരാമർശിക്കുന്നത്. വഖൗലുഹു അഊദു ബില്ലാഹി മിനശ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ചില വസിയത്തുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ആയത്തുകൾ. ഖുൽ നബിയെ തങ്ങൾ പറയുക, തആലൂ നിങ്ങൾ വരൂ, അത്ലു ഞാൻ ഓതിക്കേൾപ്പിക്കാം, പാരായണം ചെയ്തു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിലും നിർബന്ധമായ ചില കൽപ്പനകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിഷിദ്ധമാക്കിയത് വർജിക്കൽ നിർബന്ധമാണ് എന്നതുപോലെ നിർബന്ധമായത് വർജിക്കൽ ഒഴിവാക്കൽ നിഷിദ്ധവുമാണല്ലോ. ഒന്നാമത് പറയണം അല്ലാ തുശ്രികൂ ബിഹി ശൈഅ അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കുകാരെ കൽപ്പിക്കരുത്, അള്ളാഹു ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന രണ്ടാമത് തുടർന്ന് തന്നെ പറയാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അത് നിർബന്ധമായ കൽപ്പനയാണ്. വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖിൻ നിങ്ങൾ വധിക്കരുത് ഔലാദക്കും നിങ്ങളുടെ സന്താനങ്ങളെ മിൻ ഇംലാഖിൻ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ അവരെ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നാമാണ്, വഇയ്യാഹും അവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. വലാ തഖറബുൽ ഫവാഹിഷ മ്ലേച്ഛ വൃത്തികളെ നിങ്ങൾ സമീപിക്കരുത്, അതിനടുത്ത് തന്നെ പോകരുത് എന്നാണ്. മാ ലഹറ മിൻഹാ അതിൽ നിന്ന് പ്രത്യക്ഷമായതും വമാ ബതൻ പരോക്ഷമായതും. വലാ തഖ്തുലുൻ നഫ്സ ഒരാളെയും ഒരു മനുഷ്യരെയും നിങ്ങൾ വധിക്കരുത്, അല്ലത്തി ഹറമല്ലാഹ് അല്ലാഹു പവിത്രമാക്കിയ ഇല്ലാ ബിൽ ഹഖ് ന്യായപ്രകാരമല്ലാതെ. ദാലികും വസ്വാകും ബിഹി അതാണ് നിങ്ങൾക്ക് ഉപദേശമായി നൽകുന്നത്, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ബുദ്ധിയുള്ളവരായേക്കാൻ വേണ്ടി. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഷറഹിൽ പിന്നീട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ആയത്ത് 152 ആയത്ത് പറയണം. വലാ തഖറബൂ മാലൽ യതീമി വലാ തഖറബൂ നിങ്ങൾ അടുക്കരുത് മാലൽ യതീമി യതീം അനാഥയുടെ സ്വത്തിലേക്ക് ഇല്ലാ ബില്ലതീ ഹി അഹ്സൻ ഏറ്റവും നല്ല രീതിയിൽ അല്ലാതെ. അപ്പോൾ അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഏറ്റവും നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് നിങ്ങൾ രക്ഷാധികാരികളായിരിക്കണം. ഹത്താ യബ്ലുവ അവർ എത്തുന്നത് വരെ അശുദ്ധവും അവരുടെ ശക്തി അതായത് അവരുടെ പ്രായപൂർത്തി എത്തുന്നത് വരെ നിങ്ങളത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന രീതിയിലല്ലാതെ അത്
കുറഞ്ഞു പോകുന്ന രീതിയിൽ, പോകുന്ന രീതിയിലൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. എത്തിയ മക്കളുടെ സ്വത്ത് കൊണ്ട് കൈകാര്യം ചെയ്യുന്നവർ. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി. വൗഫുൽ കൈല, നിങ്ങൾ അളവ് പൂർത്തിയാക്കി നൽകണം. വൽ മീസാന, തൂക്കവും. ബിൽ ഖിസ്തി, ന്യായപ്രകാരം, നീതിപ്രകാരം. ലാ നുകല്ലിഫു നഫ്സൻ, ഒരാളെയും ഒരു നഫ്സിനെയും നാം നിർബന്ധിക്കുന്നില്ല. ഇല്ല ഉസ്അഹ, അതിൻ്റെ ഉസ്അ, അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ നാം നിർബന്ധിക്കുന്നില്ല. വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നീതി സംസാരിക്കണം, നീതിപൂർവകമായിരിക്കണം നിങ്ങളുടെ സംസാരം. വലൗകാന ദാ ഖുർബ, അത് നിങ്ങളുടെ അടുത്ത ബന്ധുവാണെങ്കിൽ പോലും, നിങ്ങളുടെ ബന്ധുവാണെങ്കിലും, ബന്ധുവാന്ന് വിചാരിച്ചിട്ട് അനീതി ചെയ്യാൻ പാടില്ല. അനീതി ചെയ്യാന്ന് പറഞ്ഞാൽ സത്യപ്രകാരം മാത്രമേ പാടുള്ളൂ, നീതിപ്രകാരം മാത്രമേ പാടുള്ളൂ. ബന്ധുവാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് അനുകൂലമായിട്ട്, അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ട് നിൽക്കുക, അതൊന്നും ശരിയല്ല. ഇനി അള്ളാഹുമായുള്ള കരാർ നിങ്ങൾ പാലിക്കണം. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ, ഇതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്, നിങ്ങൾ ബോധമുള്ളവരാവാൻ, ഓർമ്മയുള്ളവരാവാൻ വേണ്ടി. ഇവിടെയൊക്കെ ദാലിക്കും വസ്വാക്കും ബിഹി എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത ആയത്ത് 153-ാമത്തെ ആയത്ത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് സിറാത്തി, എൻ്റെ പാത, മുസ്തഖീമ, നേരായ പാത, ഇതാണ് ചൊവ്വായ പാത, വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന പാതയാണ്. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റൂ. വലാ തത്തബിഉസ് സുബുല, പല വഴികളെ നിങ്ങൾ പിൻപറ്റണ്ട. പല ത്വരീഖത്തിലും പോയി ഏടാകുടത്തിൽ പോയി കൊടുക്കേണ്ട കാര്യമില്ല. ഫതഫറഖ ബിക്കും, അപ്പൊ അങ്ങനെ നിങ്ങൾ പോയാൽ എന്താവും, നിങ്ങളെയും കൊണ്ട് അത് ഭിന്നിപ്പിലാക്കും. അൻ സബീലിഹി, അവന്റെ മാർഗത്തിൽ തൊട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ തൊട്ട്. സിറാത്തുൽ മുസ്തഖീം, നിങ്ങൾ വഴി തെറ്റിപ്പോകും. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായേക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണിത്. ഇവിടൊക്കെ ദാലിക്കും വസ്വാക്കും ബിഹി എന്ന് പറഞ്ഞതായിട്ട് കാണാം. 153 1 മുതൽ 153 വരെയുള്ള ആയത്തുകൾ. തുടർന്ന് പറയുന്നത് ഒരു അസറാണ്, സുനൻ തിർമിദിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം التي عليها خاتمه فليقرأ قوله تعالى قل تعالوا واتلوا ما حرم ربكم عليكم ألا تشركوا به شيئا إلى قوله وأن هذا صراطي مستقيما. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീൽ വെച്ച, മുദ്ര വെച്ച വസിയ്യത്തുകളിലേക്ക് ആരെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ ഈ ആയത്തുകൾ ഓതട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ ആയത്തുകൾ സൂറത്തുൽ അൻആം 151 മുതൽ 153 വരെയുള്ള ആയത്തുകളിലെ ഉപദേശങ്ങൾ. ഇനി ഇതിന്റെ ഷറഹ് തുടർന്ന് പറയണം. ഇആനത്തുൽ മുസ്തഫീദ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാഹ്, അദ്ദേഹം ഷറഹ് തുടർന്ന് പറയാം. ثم يواصل الشيخ رحمه الله سياق الآيات والأحاديث في هذا الباب فيقول, ഈ വിഷയത്തിലെ, അതായത് കിതാബ് തൗഹീദ് തുടങ്ങുകയാണ്. അപ്പോൾ തൗഹീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണല്ലോ. അതിൽ കുറേ ആയത്തുകൾ പറഞ്ഞു. ഇനി കണ്ടിന്യൂസ് ആയിട്ട്, തുടർന്ന് പറയാണ് ഷെയ്ഖ് റഹിമഹുല്ല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയാണെന്ന് പറയുന്നത്, സിയാഖൽ ആയാത്ത് വൽ അഹാദീസ്, ആയത്തുകളുടെയും ഹദീസുകളുടെയും സിയാഖ് കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭം, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറയാണ്. ഫി ഹാദൽ ബാബ്, ഈ വിഷയത്തിലുള്ള. യഖൂൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖൗലുല്ലാഹി തആല ഖുൽ തആലൂ വഅത്ലൂ മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ ഇലാ ആഖിറിൽ ആയാത്തി സലാത്തി ഫി ആഖിരി സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിലെ അവസാന ഭാഗത്തുള്ള 151 മുതൽ 153 വരെയുള്ള ആയത്തുകൾ ആണ് പറയുന്നത്. അവസാനത്തെ ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ അവസാനിക്കും. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഷറഹ് തുടർന്ന് പറയുന്നു, قال عبد الله بن مسعود رضي الله عنه أن هذه آيات الثلاث സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ഈ ആയത്തുകളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രമുഖ സഹാബി, അദ്ദേഹം പറഞ്ഞു, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി അലൈഹാ ഖാതമുഹു ഫല്യഖറ ഹാദിഹിൽ ആയാത്ത് സലാസ്. ആരൊരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്ര വച്ച വസിയ്യത്തുകൾ അടങ്ങിയ വസിയ്യത്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ, അവൻ ഈ ആയത്തുകൾ ഓതട്ടെ എന്ന്. അത്തുലു, ഈ ആയത്ത് തുടങ്ങുന്നത് അത്തുലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, ഞാൻ
നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതിനെ ഓതിത്തരട്ടെ എന്ന് പറഞ്ഞല്ലോ. ഓതിത്തരാം. ഐ അഖറവ്, അത്തുൽ എന്ന് പറഞ്ഞാൽ അഖറവ്, ഓതിത്തരാം, പാരായണം ചെയ്തുതരാം. ദല്ലാല അന്ന തഹ്ലീല ഹഖ്ഖുൻ ലിർറുബൂബിയ്യത്തി. അപ്പോൾ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഹക്കിൽപ്പെട്ടതാണ്? റുബൂബിയത്തിന്റെ ഹക്കിൽപ്പെട്ട. റബ്ബ് ആരാണോ, അതായത് സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്നത് ആരാണോ, സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ആരാണോ, അവന്റെ ഹക്കിൽപ്പെട്ടതാണെന്ന്. അതിന് വേറെ ആർക്കും അധികാരമില്ല ഒരു കാര്യം അനുവദിക്കാനും ഒരു കാര്യം നിരോധിക്കാനും ഒക്കെ, ഒരു കാര്യം ഹലാലാക്കാനും ഹറാമാക്കാനും. ഫറബ്ബു ഹുവല്ലദീ യുഹല്ലിലു വയുഹർരിമു. അപ്പോൾ റബ്ബാണ്, അള്ളാഹുവാണ് ഹലാലാക്കുന്നതും ഹറാമാക്കുന്നതും. ലാ മാ ഹറംതുമുഹു, നിങ്ങൾ ഹറാമാക്കുന്നതല്ല, മനുഷ്യർ ഹറാമാക്കുന്നതല്ല. ഔ ഹറമഹു ഔലിയാകും മിനശ് ശയാത്തീൻ മിനൽ ഇൻസി വൽ ജിന്നി, അല്ലെങ്കിൽ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരായ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മിത്രങ്ങൾ ഹറാമാക്കുന്നതല്ല. കൽ അൻആമിൽ ലതീ യുഹർരിമൂനഹാ ലിൽ അസ്നാം, ബിംബങ്ങൾക്ക് വേണ്ടി അവർ അൻആമുകളെ, നാൽക്കാലികളെ ഹറാമാക്കിയിരുന്നത് പോലെ അങ്ങനെയല്ല എന്ന്. ബദഅ ബിഅഅ്ളമിൽ മുഹറമാതി ഫഖാൽ, അപ്പോൾ നിഷിദ്ധങ്ങളിൽ ഏറ്റവും ഗൗരവതരമായത് കൊണ്ടാണ് അള്ളാഹു തുടങ്ങിയത്. അല്ലാ തുശ്രികു ബിഹി ശൈഅ, അവരിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഫഅഅ്ളമുൽ മുഹറമാതി ഹുവ അശ്ശിർകു ബില്ലാഹി സുബ്ഹാനഹു വതആല. അപ്പോൾ നിഷിദ്ധമാക്കപ്പെട്ടതിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള സംഗതി അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശിർക്ക് ചെയ്യുക എന്നതാണ്. ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ മാ ഹുവ അഅ്ളമുൽ മുഹറമാത്, നിഷിദ്ധമാക്കപ്പെട്ടതിൽ ഏറ്റവും ഗൗരവതരമായത് ഏതാണ്? തഖൂൽ അശ്ശിർകു ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ ശിർക്ക് ചെയ്യലാണ്. വഇദാ ഖീല ലക, എന്നോട് പറയപ്പെട്ടാൽ മാ അഅ്ളമു മാ നഹല്ലാഹു അൻ, അല്ലാഹു നിരോധിച്ചതിൽ ഏറ്റവും ഗൗരവതരമായത് ഏതാണ്? തഖൂൽ, നീ പറയും അശ്ശിർകു ബില്ലാഹ്, അല്ലാഹു ശിർക്ക് ചെയ്യലാണ്. വഇദാ ഖീല, എന്നോട് പറയപ്പെട്ടാൽ മാ അഅ്ളമുൽ മുൻകറാത്ത്, മുൻകറാത്ത് വെറുക്കപ്പെട്ട സംഗതികളിൽ ഏറ്റവും ഗൗരവതരമായത് ഏതാണ്? തഖൂൽ അശ്ശിർകു ബില്ലാഹ്, അല്ലാഹു ശിർക്ക് ചെയ്യലാണ്. വഇദാ ഖീൽ, പറയപ്പെട്ടാൽ മഹു അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽ ഏറ്റവും വലിയ വൻ പാപം ഏതാണ്? തഖൂൽ അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യലാണ്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്ബറുൽ കബായിർ അശ്ശിർകു ബില്ലാഹ്, വൻ പാപങ്ങളിൽ ഏറ്റവും വലിയ വൻ പാപം എന്നത് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യലാണ്. ഫശ്ശിർകു, അപ്പോൾ ശിർക്ക്, വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ കാവൽ, ശിർക്ക് വരുന്നതിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹുവ അഖ്തറുദ് ദുനൂബ്, അത് പാപങ്ങളിൽ ഏറ്റവും ഗൗരവതരമായ, ഏറ്റവും അപകടകരമായതാണ്. വഅഅ്ളമു ദംബിൻ അസല്ലാഹു ബിഹി ഉസിയല്ലാഹു ബിഹി, അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കപ്പെടുന്നതിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പാപമാണത്. വഹു, അത് ഇബാദത്തു ഗൈറഹു മഅഹു സുബ്ഹാനഹു വതആല ബിസ്വറഫി അയ്യി നൗഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് അല്ലാത്ത ഇബാദത്ത് അർപ്പിക്കുക, അള്ളാഹുവിന് അല്ലാതെ ഇബാദത്ത് അർപ്പിക്കുക, ഏത് ഇബാദത്തിന്റെ ഏത് ദിനങ്ങളും. ഫഖൗലുഹു, അള്ളാഹുവിന്റെ വചനം, അല്ലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഹദാ നഹിയും മിനല്ലാഹി സുബ്ഹാനഹു വതആല അനിശ്ശിർക്ക് ബിഹി, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നതിനെ നിരോധിക്കുന്ന നിരോധനമാണിത് അള്ളാഹുവിൽ നിന്ന്. വഹു അഅ്ളമു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതിൽ ഏറ്റവും ഗൗരവതരമായത്. ഫഅൻതും തസ്തഹില്ലൂന അഅ്ളമുൽ മുഹറമാത്, ഏറ്റവും നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവതരമായത് നിങ്ങൾ അനുവദനീയമാക്കുന്നു ഷിർക്ക് ചെയ്തുകൊണ്ട്. വഹു അശ്ശിർക്ക്, അപ്പൊ നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവതരമായത് ഏതാണ്? ഷിർക്കാണ്. വലാ തുശ്രികു ബിഹി ശൈഅൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ കലിമത്തു ഷൈഅൻ, ഷൈഅൻ എന്നത് യഖൂലു ഉലമാക്കൾ, പണ്ഡിതന്മാർ പറയുന്നു, നക്കിറത്തുൻ, അത് നക്കിറയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ മാരിഫ നക്കിറ ഉണ്ടല്ലോ, അപ്പോൾ അൽ ചേർത്ത് ദ ചേർത്ത് പറയുന്നതാണ് മാരിഫ, ഡെഫിനിറ്റ് ആയിട്ട്, മറ്റേ ഇൻഡെഫിനിറ്റാ. അപ്പോൾ ഒന്നിനെയും പറഞ്ഞാൽ എന്താണ്? ഫി സിയാഖിൻ നഹി തഉമ്മു മാ കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആ നഹി, നിരോധനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വരും. ഒന്നിനെയും പങ്കു ചേർക്കരുത് അള്ളാഹുവിൽ എന്നതാണ്. സവാഅൻ കാന മലകൻ ഔ നബിയൻ ഔ വലിയൻ ഔ സ്വാലിഹൻ മിനസ് സ്വാലിഹീൻ ഔ ഷജറൻ ഔ ഹജറൻ ഔ ഖബറൻ ഔ ഗൈറ ദാലിക് ഔ ഗൈറ ദാലിക്. അപ്പോൾ അത് ഇനിയിപ്പം മലക്കിനെ ആരാധിക്കുകയാണെങ്കിലും, നബീനെ ആണെങ്കിലും, വലിയനെ ആണെങ്കിലും, സ്വാലിഹിനെ ആണെങ്കിലും, സ്വാലിഹ്യങ്ങളിൽ നിന്നുള്ള സ്വാലിഹ് സജ്ജനങ്ങളെ, ഷജർ മരത്തിനെ ആണെങ്കിലും, കല്ലിനെ ആണെങ്കിലും, ഹജർ കല്ല്, ഖബറിനെ ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആണെങ്കിലും, എന്തിനാണെങ്കിലും അള്ളാഹു അല്ലാത്തതിനെ ആരാധിച്ചാൽ അത് പാടില്ല, ഷിർക്കാണ്. കുല്ലുഹു യഅമ്മുഹു കലിമത്ത് ഷൈഅൻ എന്ന വാക്ക് അതിനെ ഉൾപ്പെടുത്തും മൊത്തത്തിൽ. ഫഹിയ കലിമത്തുൻ ആമ്മ, മൊത്തത്തിലുള്ള വാക്കാണ്. യഅനി അയ്യു ഷൈഇൻ മിനൽ അശ്യാഇ ലാ യജൂസു അൻ യുസ്റഫ ലഹു ഷൈഉൻ മിൻ ഇബാദത്തില്ലാഹി സുബ്ഹാനഹു വതആല. അപ്പോൾ
വസ്തുക്കളിൽ നിന്നുള്ള ഒന്നിനെയും അതിലേക്ക് ഇബാദത്ത് തിരിക്കാൻ പാടില്ല. അള്ളാഹുവിനുള്ള ഇബാദത്ത് മാത്രമേ പാടൂ, അള്ളാഹുവിന് അല്ലാത്തവർക്ക് ഇബാദത്ത് പാടില്ല. വഅയ്ളൻ അല്ലാ തുശ്രികൂ ബിഹി ശൈഅ യശ്മലു കുല്ല അൻവാഇ ശിർക്കിൽ അക്ബർ വൽ അസ്ഗർ. അപ്രകാരം തന്നെ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറയുമ്പോൾ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളും ചെറുതും വലുതൊക്കെ അതിൽ ഉൾപ്പെട്ടു. ഫലൈസ ഹുനാക ശൈഉൻ മിനശ് ശിർക്കി യുത്തസാമഹു ഫീഹി ലാ അക്ബറ വലാ അസ്ഗറ. അപ്പോൾ ഷിർക്കിൽ പിന്നെ അതിലിങ്ങനെ ഒരു മയപ്പെടുത്തിക്കൊണ്ട് അതിൽ വലുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് വ്യത്യാസപ്പെടുത്തി ചെറുത് വലിയ കുഴപ്പമില്ല എന്നുള്ളത് അത് പറ്റില്ല. അതിൽ ഉദാരത പാടില്ല, അതിൽ വിട്ടുവീഴ്ച പാടില്ല. അല്ലെ അന്ന ഖൗലുഹു തആല, കാരണം അല്ലാഹു തആലാന്റെ വചനം എന്താണ്? ഷൈഅൻ ഒന്നിനെന്ന കലിമത്തുൻ ആമത്തുൻ തൻഫീ ജമീഅ ശിർകി കബീറഹു സഗീറഹു. അത് മൊത്തത്തിലുള്ള വാക്കാണ്. ഒന്നിനെ എന്ന് പറയുമ്പം ഷിർക്ക് അത് ചെറുതാട്ടെ വലുതാട്ടെ ഒന്നും അതിനൊക്കെ നിരോധിക്കാണ്. കമാ അന്നഹാ തംനഉ അൻ യുശ്റക മഅല്ലാഹി അഹദൻ കായിനൻ മൻ കാൻ ലൽ മലായികത്തുൽ മുഖറബൂൻ വലൽ അംബിയാഉ സ്വാലിഹൂൻ വലൽ ജമാദാത്ത് വലൽ അഷ്ജാർ വലൽ അഹ്ജാർ വലൽ ഖുബൂർ വല അയ്യു ഷൈ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ, അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, പിന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ, മരങ്ങൾ, കല്ലുകൾ, ഖബറുകൾ, ഇത് എന്തിനാണെങ്കിലും അത് ഒന്നിനെയും അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ലാ യജൂസു അൻ യുസ്റഫ ശൈഉൻ മിനൽ ഇബാദത്തിൽ ഗൈരില്ലാ. ഇബാദത്തിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല. ലൻ നുദൂർ വല ദബാഇഹ് വല തവാഫ് വല ദുആ വലൽ ഖൗഫ് വല റജാ വല റഗ്ബ വല റഹബ. എന്താണ് ലൻ നുദൂർ? നേർച്ചയാക്കൽ. ഖബറുകളെയൊക്കെ നേർച്ചയാക്കുന്നവരുണ്ട്, അത് പാടില്ല. ഔലിയാക്കൾക്ക് നേർച്ചയാക്കുന്നവരുണ്ട്, മരിച്ചുപോയവർക്ക് നേർച്ചയാക്കുന്നവരുണ്ട്. അത് പാടില്ലാത്തതാണ്. നെതിർ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അവരുടെ മരിച്ചവരുടെ സാമീപ്യം ഉദ്ദേശിച്ച്, ഖബറാളിയുടെ സാമീപ്യം ഉദ്ദേശിച്ച് നെതിറാക്ക്, അതൊക്കെ എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കല. അതൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളാണ്, നെതിറുകൾ. അറവുകൾ, അറവ് ഖബറാളിക്ക് വേണ്ടിയിട്ട് അറക്കുക, ഖബറാളിയുടെ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട് കോഴിയെ നേർച്ചയാക്കുക, ആടിനെ നേർച്ചയാക്കുക, എന്നിട്ട് അതിനെ അറക്കുക. അതാണ് ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് അറവ് പോലും പാടില്ല എന്ന് പറഞ്ഞു. ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് അറക്കുന്നത് ഖബറാളി ഉദ്ദേശിച്ച അല്ലെങ്കിൽ പോലും അതിനെ നിരോധിച്ചിട്ടുണ്ട്. ശിർക്കിലേക്കുള്ള വസീല പോലും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. വല ഈഷി വല ദബാഹി വല തുവാഫ്. തുവാഫ് പ്രദക്ഷിണം പാടില്ല, കഅബയെ തുവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കഅബയെ തുവാഫ് എന്ന് അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ടാണ്. അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്, കഅബക്കുള്ള ഇബാദത്തല്ല. അതേസമയം ഭീമാപള്ളി പോയി നോക്കിയാൽ കാണാം തുവാഫ് ചെയ്യണത്, ഖബറിനെ തുവാഫ് ചെയ്യണത്, അങ്ങനെ പല സ്ഥലത്തും കാണാം. അതൊന്നും പാടില്ല, അതൊക്കെ ഷിർക്കാണ്. വല ദുആ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുക, മരിച്ചവരെ വിളിച്ച് തേടുക, അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ അവരോട് ചോദിക്കുക. മരിച്ചവർക്ക് എന്ത് കഴിവാണ്? അവർ മരിച്ചുപോയി, അവരെ വിളിച്ച് തേടുക, അത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വലൽ ഖൗഫ് ഭയം പാടില്ല. ഭയം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ഭയം അള്ളാഹുവിനെ മാത്രമേ പാടൂ. വല റജാ പ്രതീക്ഷ, ആശ, അതൊക്കെ റജാ, അതൊക്കെ അള്ളാഹുവിൽ. വല റഗ്ബത്ത് വല റഹബത്ത്, അതായത് ആശയും ആശങ്കയും ഭയപ്പാട് ഒക്കെ അള്ളാഹുവിൽ മാത്രം ആത്യന്തികമായിട്ട്. ലാ യജൂസു ദാലിക സവാഅൻ കാന ശിർക്കൻ അക്ബർ ഔ ശിർക്കൻ അസ്ഗർ. ചെറിയ ഷിർക്കാണെങ്കിലും വലിയ ഷിർക്കാണെങ്കിലും ഒന്നും പാടില്ല, അനുവദനീയമല്ല. സവാഅൻ കാന ശിർക്കൻ ജലിയൻ ലാഹിറൻ, വ്യക്തമായ ഷിർക്കാണെങ്കിലും ഔ ശിർക്കൻ ഖഫിയൻ ഫിൽ ഖുലൂബ്, ഖൽബുകളിൽ മറഞ്ഞു കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഷിർക്കാണെങ്കിലും അതൊന്നും പാടില്ല എന്ന് ഇൻഷാ അല്ലാഹ് തുടരും.